ഇപ്പൊ താങ്കൾ ആ കുടുംബം പിരിച്ചുവിട്ടു എന്നുള്ള പ്രഖ്യാപനം വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിരുന്നു? ഒരു കാൽ നൂറ്റാണ്ടായിട്ടില്ലേ? 20 വർഷം. ഇപ്പോഴും അത് ചർച്ചയാവുന്നെങ്കിൽ അതുണ്ടാക്കിയ ഒരു എംബറാസ്മെന്റ് അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു ഷോക്ക് മലയാളിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുകൊണ്ടല്ലേ അത്? മലയാളിക്ക് മാറിയിട്ടില്ലാത്ത മലയാളികൾ ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങാത്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഒരു സമയത്തും പത്രസമ്മേളനത്തിനകത്ത് ഞാനിതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ്. അത് അവിടെ ഇരിക്കട്ടെ, പത്രക്കാർ ചെയ്ത ഒരു സാധനമാണ്. അല്ലാതെ ഞാൻ അവിടെ 2 പത്രക്കുറിപ്പാണ് ഇറക്കിയത്. ഒന്ന്, പ്രായമായവർ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്നവർ റിട്ടയർ ചെയ്യണം. രണ്ടാമത്തെ പത്രക്കുറിപ്പെന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യ കേന്ദ്രീകൃതമായി ലോകത്തിനെ മനസ്സിലാക്കാതെ ചുറ്റുപാടുമുള്ള മറ്റ് ജീവികളുമായി ചേർന്നിണങ്ങി ജീവിക്കുന്ന രീതിയിലുള്ള ഒരു സൈദ്ധാന്തിക നിലപാടെടുക്കണം, അതിനുവേണ്ടി ഞാൻ മരം നടാൻ പോവുകയാണ് എന്ന് പറയുന്ന 2 പത്രക്കുറിപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അത്? ഞാൻ ഈ പത്രസമ്മേളനത്തിന് ഇത് 2 ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ കുടുംബം പിരിച്ചു വിടാൻ വേണ്ടി അവിടെ കയറി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് മീഡിയയ്ക്കകത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിന് ചവിട്ടി വന്നിരുന്ന കമന്റ് ചെയ്യുന്നവരെ പോലെ എഴുതിയ സാധനമാണത്. ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ കുടുംബം പിരിച്ചു വിട്ടു എന്നല്ല പറഞ്ഞത്, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു, ഞാൻ ഇനിയും തൊട്ട് മരം നട്ട് ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ കുടുംബമോ? ഞാൻ പറഞ്ഞ കുടുംബത്തിന്റെ പ്രവൃത്തി തീർന്നു, കുട്ടി വളർന്ന് സ്വന്തമായി ജീവിക്കാൻ തുടങ്ങി. അത് കാരണം കൊണ്ട് ഇനി കുടുംബം എന്തുകൊണ്ടാണോ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ഇല്ല. രണ്ടാണ്. അതെന്താ മനസ്സിലാക്കാത്ത? ഒരെണ്ണത്തിന്റെ ഫംഗ്ഷൻ. ഇയാള് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോവുമോ? പോവില്ല. ഇത്ര ലളിതമായിട്ട് അത് മനസ്സിലാക്കേണ്ടതാ. അല്ല, പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടാ പോയത്. ഞാൻ പറഞ്ഞ കുടുംബം എന്ന് പറയുന്നത് അതാണ് പറയേണ്ടത്. അപ്പൊ ജയശ്രീയെ ഉപേക്ഷിച്ചൊന്ന് വരുത്തിയത് വേറെ ആളുകളുടെ പണിയാ. ഞാനുമായിട്ട് ഒരു ബന്ധം അതിനില്ല. അതുകൊണ്ട് ഇന്നും ഞാൻ ജയശ്രീയുമായിട്ട് ഒന്നിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ കുടുംബത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും മൈത്രേയും ജയശ്രീയും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ മൈത്രേയും ജയശ്രീയും തുടർന്നും സമയാസമയങ്ങളിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റം, വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിനകത്ത് ഇരിക്കുന്ന ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് നാൾ മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തുടരെ ചെയ്യാനായിട്ട് 2 പേര് തമ്മിൽ തുടരെ ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാ വീടുകളിനകത്ത് ഈ ആളുകൾ ജീവിക്കുമ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കും. ആ സംഭവിക്കുന്നത് തിരിച്ചറിയുന്ന കാരണം കൊണ്ടാണ് പുതിയ ഇണകളൊക്കെ മനുഷ്യർക്ക് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നതിന്റെ സ്ഥലം.